എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയത് 2 മക്കളാണ് കേട്ടോ. കാവടിതുള്ളി ഡ്രസ്സ് എടുക്കാനൊക്കെ പോയത് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണും. ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നായിരുന്നു. പക്ഷേ സൺഡേ നൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ചെറിയ ത്രോട്ട് പെയിനിൽ കേദാറിന് അങ്ങോട്ട് തുടങ്ങിയിട്ട് 2 ദിവസത്തേക്ക് നല്ല തൊണ്ടവേദനയും ജലദോഷവും ചെറിയ ചെറിയ പനികളും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി. ക്ലാസ് ഒന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പതിയെ അനിയൻ അങ്ങോട്ട് കൊടുത്തു. ബർത്ത്ഡേ ആയപ്പോഴത്തേക്കും അനിയൻ കൂട്ടിന് എനിക്കും കൂടി അങ്ങോട്ട് തന്നു. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾക്ക് ജലദോഷവും ചുമയും പനിയും ഒക്കെ ആയിട്ടുള്ളൊരു ബർത്ത്ഡേ ആയിരുന്നു ഇത്തവണ. അപ്പോൾ ഇപ്പോഴും ഞാൻ പൊടിമോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ കേട്ടോ. ഞങ്ങൾ പൊടിമോനും ജലദോഷവും ചുമയും ഒന്നും കുറഞ്ഞിട്ടില്ല. പിന്നെ മക്കൾക്കായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്ഷീണമൊക്കെ പമ്പ നടക്കില്ല എന്ന് പറഞ്ഞുള്ളത് ഞങ്ങൾ എല്ലാവരും കൂടി പൊടിമോനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. കേദാർ ഓക്കെ ആയി വന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്നും കാണിക്കാറുള്ള ഡോക്ടർ. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, എന്നാലും സാരില്ല, നമ്മൾ കറക്റ്റ് എല്ലാ തവണയും കാണിക്കുന്ന ഡോക്ടർ ഇതായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ മരുന്നൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറി പോവാണ്. അവിടെ എത്തി ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പൊടിമോനൊന്ന് ആക്റ്റീവ് ആയ പോലെയൊക്കെ ആയി കേട്ടോ. ടോയ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഹാപ്പി ആയി. പക്ഷേ എന്നാലും ആൾക്ക് നല്ല ചുമയുണ്ട്. ഇത്തവണത്തെ ജലദോഷവും പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ത്രോട്ട് പെയിനും ചുമയൊക്കെ മാറാൻ നല്ല ലേറ്റ് ആവുമെന്ന് പറഞ്ഞു കേട്ടോ. എല്ലായിടത്തും പനിയൊക്കെ എന്ന് പറഞ്ഞു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. കാരണം പനി പിടിച്ചു പോയാൽ നല്ല ക്ഷീണമാണ്. ഇപ്പോഴും എൻ്റെ സൗണ്ടൊന്നും ഓക്കെ ആയിട്ടില്ല. അപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേ പടക്കക്കട ഹവായി എന്ന് പറഞ്ഞ പോലെ ഈ ഒരു അവസ്ഥയിലെത്തി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ദിവസം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഓക്കെ ബൈ.